ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ദിവസവും ചെയ്യുന്നൊരു കാര്യമാണല്ലേ? ഫോണോ ലാപ്ടോപ്പോ എടുക്കുക, വൈഫൈ ലിസ്റ്റിൽ നിന്ന് നമ്മുടെ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുക, പാസ്വേഡ് കൊടുക്കുക, കണക്ട് ചെയ്യുക. വളരെ സിമ്പിൾ. പക്ഷേ ആ കണക്ട് ബട്ടൺ അമർത്തുന്ന ആ ഒരു നിമിഷം അതിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ശരി, നമുക്ക് ആ രഹസ്യങ്ങളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റോഡ് മാപ്പ്. വൈഫൈ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ബേസിക് കാര്യം മുതൽ നമ്മുടെ ഡിവൈസ് എങ്ങനെയാണ് കണക്റ്റ് ആകുന്നത്, ആദ്യകാല സെക്യൂരിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു, ഇന്നത്തെ ലേറ്റസ്റ്റ് സെക്യൂരിറ്റി എന്തൊക്കെയാണ്, അവസാനം നമ്മുടെ സ്വന്തം വീട്ടിലെ നെറ്റ്വർക്ക് എങ്ങനെ കൂടുതൽ സുരക്ഷിതമാക്കാം എന്നുവരെ നമ്മൾ നോക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എങ്ങനെയാണ് ഈ ഡേറ്റയൊക്കെ ഒരു കേബിളുമില്ലാതെ വായുവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു നടക്കുന്നത്? വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു വയർലെസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഡിവൈസുകൾ തമ്മിൽ സംസാരിക്കാൻ കേബിളുകൾക്ക് പകരം റേഡിയോ തരംഗങ്ങൾ, അതായത് റേഡിയോ ഫ്രീക്വൻസി ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. അത്രയുള്ളൂ. ഇവിടെ നമ്മളൊരു പ്രധാനപ്പെട്ട വ്യത്യാസം മനസ്സിലാക്കണം. നമ്മുടെ വീട്ടിലെയോ ഓഫീസിലെയോ വൈഫൈ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, അതായത് ലാൻ ആണ്. അതിന്റെ കവറേജ് കുറവായിരിക്കും. എന്നാൽ നമ്മുടെ ഫോണിലെ മൊബൈൽ ഡേറ്റയില്ലേ, അതൊരു വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്, അഥവാ WWAN. അതിന് ഒരു നഗരത്തെയോ ഒരു വലിയ പ്രദേശത്തെയോ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ നെറ്റ്വർക്കിലെ ഒരു ഹീറോയാണ് നമ്മുടെ റൂട്ടറാണ് ഇവിടുത്തെ വയർലെസ് ആക്സസ് പോയിന്റ്, അല്ലെങ്കിൽ WAP. നമ്മുടെ ഡിവൈസുകൾക്കും പുറത്തുള്ള ഇന്റർനെറ്റിനും ഇടയിലുള്ള എല്ലാ ഡേറ്റ ട്രാഫിക്കും നിയന്ത്രിക്കുന്ന ഒരു ട്രാഫിക് പോലീസ്. അതാണ് ഈ റൂട്ടറിന്റെ ജോലി. ശരി, അപ്പോൾ നമ്മുടെ ഡിവൈസുകൾ ഈ ട്രാഫിക് പോലീസുമായി എങ്ങനെയാണ് സംസാരിച്ചു തുടങ്ങുന്നത്? നിങ്ങളുടെ ഉപകരണം ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അത് വെറുമൊരു കണക്ഷൻ മാത്രമല്ല, അതൊരു ചിട്ടയായ സംഭാഷണമാണ്. ഒരു സ്ട്രക്ചേർഡ് കൺവേഴ്സേഷൻ എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ഫോണിൽ വൈഫൈ ഓൺ ചെയ്യുമ്പോൾ കാണുന്ന ആ നെറ്റ്വർക്ക് പേരുകളുടെ ലിസ്റ്റ് ഓർമ്മയില്ലേ? അതിൽ ഓരോ പേരും ഒരു SSID, അതായത് സർവീസ് സെറ്റ് ഐഡന്റിഫയർ ആണ്. സിമ്പിളായി പറഞ്ഞാൽ, ഓരോ വൈഫൈ നെറ്റ്വർക്കിന്റെയും പബ്ലിക്കായി കാണിക്കുന്ന പേര്. ഇനി കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുകയാണ്. നമ്മുടെ ഡിവൈസ് ഒരു നെറ്റ്വർക്കിനോട് ഹലോ, എനിക്ക് കണക്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരു റിക്വസ്റ്റ് അയക്കും. ആ റിക്വസ്റ്റിൽ എന്തൊക്കെയാണുള്ളതെന്നോ? ഡിവൈസിന്റെ യൂണീക്ക് ഐഡിയായ MAC അഡ്രസ്, ഏത് നെറ്റ്വർക്കിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് എന്നതിന്റെ SSID, ഡിവൈസിന് എത്ര വേഗത്തിൽ സംസാരിക്കാൻ പറ്റും, ഏതൊക്കെ ഫ്രീക്വൻസികൾ ഉപയോഗിക്കാൻ കഴിയും, പിന്നെ ഏറ്റവും പ്രധാനമായി ഡേറ്റ സുരക്ഷിതമാക്കാൻ ഏതൊക്കെ സെക്യൂരിറ്റി പ്രോട്ടോകോൾസ് അറിയാം, അതായത് WPA2 WPA3 സപ്പോർട്ട് ചെയ്യുമോ എന്നൊക്കെയുള്ള വിവരങ്ങളുണ്ടാകും. ഈ സംഭാഷണം നടക്കുന്നത് IEEE 802.11 എന്നൊരു നിയമസംഹിത അനുസരിച്ചാണ്. വൈഫൈയുടെ ഒരു ഗ്രാമർ ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കേ, ഈ സംഭാഷണമൊക്കെ കൊള്ളാം. പക്ഷേ ഇത് എങ്ങനെ നമുക്ക് പ്രൈവറ്റായി സൂക്ഷിക്കാൻ പറ്റും? ആരും ചോർത്തുന്നില്ലെന്ന് എങ്ങനെ ഉറപ്പിക്കും? അതിനാണ് സെക്യൂരിറ്റി പ്രോട്ടോകോൾസ് വരുന്നത്. നമുക്കാദ്യം വൈഫൈയുടെ ആദ്യത്തെ രക്ഷാകവചമായ WEP, അതായത് വയേർഡ് ഈക്വാലന്റ് പ്രൈവസിയെക്കുറിച്ച് നോക്കാം. ഒറ്റനോട്ടത്തിൽ WEPന്റെ രീതി കൊള്ളാം. ഡിവൈസ് കണക്ട് ചെയ്യാൻ ചോദിക്കുന്നു, റൂട്ടർ ഒരു ചോദ്യം അങ്ങോട്ട് കൊടുക്കുന്നു, ഡിവൈസ് ശരിയായ കീ ഉപയോഗിച്ച് ഉത്തരം കണ്ടുപിടിച്ച് തിരിച്ചയക്കുന്നു, റൂട്ടർ ഉത്തരം ശരിയാണോന്ന് നോക്കി കണക്ഷൻ കൊടുക്കുന്നു. ഒരു സീക്രട്ട് കോഡ് വെച്ചുള്ളൊരു ചെക്കിംഗ് പോലെ. അടിപൊളിയായി തോന്നാം അല്ലേ? പക്ഷേ ഇവിടെയാണ് ഒരു വലിയ ട്വിസ്റ്റ് ഉള്ളത്. ഈ പ്രോട്ടോക്കോളിന്റെ ഡിസൈനിൽ തന്നെ ഒരു ഗുരുതരമായ പിഴവുണ്ടായിരുന്നു. ഡാറ്റയിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു രീതിയുണ്ട്, CRC എന്ന് പറയും. അതിന്റെ ഡിസൈനിലെ ഒരു പിഴവ് കാരണം എൻക്രിപ്ഷൻ കീ അറിയാതെ തന്നെ ഡാറ്റ ചോർത്താൻ പറ്റുമായിരുന്നു. അപ്പോൾ എന്തായിരുന്നു ആ പിഴവെന്ന് ഞാൻ സിമ്പിളായി പറഞ്ഞുതരാം. ഈ CRC വാല്യൂ, അതായത് ഡാറ്റ ശരിയാണോ എന്ന് നോക്കുന്ന ആ കോഡ്, കണക്കാക്കിയിരുന്നത് എൻക്രിപ്റ്റ് ചെയ്യാത്ത ഒറിജിനൽ ഡാറ്റയിൽ നിന്നായിരുന്നു. ഇത് കാരണം ഹാക്കർമാർക്കൊരു കാര്യം ചെയ്യാൻ പറ്റി. അവർക്ക് ഡാറ്റ എന്തായിരിക്കുമെന്ന് ഊഹിക്കാം, എന്നിട്ട് ആ ഊഹം വെച്ച് ഒരു റിക്വസ്റ്റ് അയക്കാം. നെറ്റ്വർക്ക് അതിനോട് പ്രതികരിക്കുന്ന രീതി വെച്ച് അവരുടെ ഊഹം ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റി. അതായത് വീടിന്റെ പൂട്ട് പൊളിക്കാതെ തന്നെ അകത്തെന്താണെന്ന് ഊഹിച്ചുറപ്പിക്കാൻ പറ്റുന്നൊരവസ്ഥ. ഈ പ്രശ്നം കൂടുതൽ വഷളാക്കിയത് ഇതിലെ ഇനീഷ്യലൈസേഷൻ വെക്ടർ, അല്ലെങ്കിൽ IVയുടെ ചെറിയ സൈസായിരുന്നു. എൻക്രിപ്ഷൻ കൂടുതൽ സ്ട്രോങ് ആക്കാനുള്ളൊരു എക്സ്ട്രാ കോഡാണിത്. പക്ഷേ WEPയിൽ ഇത് വെറും 24 ബിറ്റ് ആയിരുന്നു. അതായത് ഒരു സൈക്കിൾ ലോക്കിന് വെറും 3 നമ്പർ കോമ്പിനേഷൻ ഉള്ളതുപോലെ. വളരെ പെട്ടെന്ന് തന്നെ എല്ലാ കോമ്പിനേഷനുകളും പരീക്ഷിച്ച്, അതായത് ഒരു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് നടത്തി ഈ കോഡ് കണ്ടെത്താനും WEP എന്ന സെക്യൂരിറ്റി പൂർണ്ണമായും തകർക്കാനും കഴിയുമായിരുന്നു. അപ്പോൾ WEPന്റെ ഈ പരാജയം സ്വാഭാവികമായും കൂടുതൽ ശക്തമായ ഒന്നിനു വഴിയൊരുക്കി. അതാണ് വൈഫൈ പ്രൊട്ടക്റ്റഡ് ആക്സസ്, അഥവാ WPA. ഇവ തമ്മിലുള്ള വ്യത്യാസമെന്ന് പറഞ്ഞാൽ രാവും പകലും പോലെയാണ്.
WPA ഉപയോഗിക്കുന്നത് AES പോലെ വളരെ ശക്തമായ എൻക്രിപ്ഷൻ അൽഗോരിതമാണ്, കീ സൈസ് വളരെ കൂടുതലാണ്, ഓതന്റിക്കേഷൻ രീതികളും ഒരുപാട് മെച്ചപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ WEPA-നെ അപേക്ഷിച്ച് WPA തകർക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. WPA അവിടെ നിന്നില്ല. അതും കാലത്തിനനുസരിച്ച് മെച്ചപ്പെട്ടു. ആദ്യം WPA വന്നു. പിന്നെ കുറേ കാലത്തേക്ക് നമ്മളെല്ലാവരും ഉപയോഗിച്ച വളരെ വിശ്വസനീയമായ WPA2 വന്നു. ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ്, ഏറ്റവും സുരക്ഷിതമായ പ്രോട്ടോക്കോളാണ് WPA3. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ നെറ്റ്വർക്ക് സെറ്റിംഗ്സിൽ കുറഞ്ഞത് WPA2 എങ്കിലും ഉപയോഗിക്കണം. നിങ്ങളുടെ റൂട്ടറും ഡിവൈസുകളും സപ്പോർട്ട് ചെയ്യുമെങ്കിൽ തീർച്ചയായും WPA3യിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇതുവെച്ച് നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സ്വന്തം വീട്ടിലെ വൈഫൈ നെറ്റ്വർക്ക്, അതായത് നമ്മുടെ ഡിജിറ്റൽ ലോകത്തേക്കുള്ള പ്രധാന വാതിൽ, എങ്ങനെ കൂടുതൽ സുരക്ഷിതമാക്കാമെന്നതിനുള്ള ചില സിമ്പിൾ സ്റ്റെപ്പുകൾ നോക്കാം. ഈ 4 കാര്യങ്ങൾ പ്രത്യേകം ഓർത്തുവയ്ക്കുക. ഒന്നാമത്തേത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും WPA2 അല്ലെങ്കിൽ WPA3 എൻക്രിപ്ഷൻ ഉപയോഗിക്കുക. രണ്ടാമത്, നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ പേര്, അതായത് SSID ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് ഓഫ് ചെയ്യാം. അപ്പോൾ പുറത്തുനിന്നുള്ളവർക്ക് നിങ്ങളുടെ നെറ്റ്വർക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല. മൂന്നാമത്തേത്, MAC ഫിൽട്ടറിംഗ് എനേബിൾ ചെയ്യുക. അതായത് നിങ്ങൾ അംഗീകരിച്ച ഡിവൈസുകൾക്ക് മാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. പിന്നെ നാലാമത്തേത്, ഏറ്റവും സിമ്പിളും എന്നാൽ ഏറ്റവും എഫക്റ്റീവുമായ കാര്യം, നല്ല സ്ട്രോങ് ആയ, ഊഹിക്കാൻ പറ്റാത്തൊരു പാസ്വേഡ് ഉപയോഗിക്കുക. അപ്പോൾ ഒരു സാധാരണ കണക്ഷൻ എന്നതിൽ നിന്ന് തുടങ്ങി അതിനെ സംരക്ഷിക്കുന്ന രക്ഷാകവചങ്ങളെക്കുറിച്ച് വരെ നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഈയൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ ഡിജിറ്റൽ ലോകത്തേക്കുള്ള പ്രധാന വാതിൽ ശരിക്കും ഭദ്രമായി പൂട്ടിയിട്ടുണ്ടോ? ഒന്ന് പോയി നിങ്ങളുടെ വൈഫൈ സെറ്റിംഗ്സ് ചെക്ക് ചെയ്ത് നോക്കൂ. കാരണം നമ്മുടെ ഡിജിറ്റൽ ജീവിതം സുരക്ഷിതമാക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുകളിൽ ഒന്നാണത്.